തേനീച്ചക്കൂട്ടിൽ 3 തരത്തിലുള്ള തേനീച്ചകളാണുള്ളത്. പ്രധാനപ്പെട്ട തേനീച്ചകൾ തൊഴിലാളി തേനീച്ചകളാണ്. പെൺ തേനീച്ചകളാണ് തൊഴിലാളികളായി തീരുന്നത്. പൂവുകളിൽ ചുറ്റിക്കറങ്ങി തേൻ ശേഖരിക്കുകയും അവ തേനറകളിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഇവർ ആക്രമണകാരികളും മുള്ളുള്ളവരുമാണ്. ഇവരുടെ സ്റ്റിങ്സ് അഥവാ മുള്ള് അതുകൊണ്ട് ആരെങ്കിലും കുത്തുകയാണെങ്കിൽ ഇവരും മരിച്ചുപോകും. അതുകൊണ്ട് തന്നെ വെറുതെ ഇവർ കുത്തുന്നില്ല. കൂടിനെന്തെങ്കിലും പ്രശ്നം പറ്റും എന്നുറപ്പായാൽ മാത്രം കുത്തേൽപ്പിച്ചുകൊണ്ട് സ്വയം ജീവത്യാഗം ചെയ്യും. ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടും കൂട് സംരക്ഷിക്കുന്ന ഇവർക്ക് ശേഷം ഉള്ളത് ഡ്രോൺ തേനീച്ചകൾ എന്നറിയപ്പെടുന്ന ആൺ തേനീച്ചകളാണ്. ഇവർക്ക് പ്രധാന പണി ഇണചേരൽ മാത്രമാണ്. മുള്ളില്ലാത്ത ഇവർ ആരെയും കുത്തുന്നില്ല, വേഗത്തിൽ മരിച്ചു വീഴുന്നുമില്ല. ഇവർ ഇണചേർന്നു കഴിഞ്ഞാൽ കൂടിന് പുറത്താണ്. അങ്ങനെ പുറത്താക്കപ്പെടുന്ന ഡ്രോൺ തേനീച്ചകൾ അഥവാ ആൺ തേനീച്ചകൾ പിന്നീട് ഒറ്റപ്പെട്ട ജീവിതം നയിക്കും. അടുത്തത് നമ്മുടെ റാണിയാണ്. റാണി തേനീച്ചകളുടെ പ്രധാന പണി മുട്ടയിടൽ മാത്രമാണ്. റാണി തേനീച്ചയുടെ ചുറ്റും കുറച്ച് സേവകരായ തേനീച്ചകളും കാണും. അവരും പെൺ തേനീച്ചകളാണ്. റാണി തേനീച്ചയുടെ തലയിൽ നിന്നും വരുന്ന റോയൽ ജെല്ലി ശേഖരിച്ചു വെക്കലാണ് അവർക്ക് പണി. ഭാവിയിലെ റാണിമാരും കൂടിയാണ് ഈ തേനീച്ചകൾ. കുറച്ച് പ്രായമെത്തിയാൽ അവരും പുറത്താക്കപ്പെടും മറ്റു കൂടുകൾ ഉണ്ടാക്കാൻ വേണ്ടി.